അടുത്ത നമ്മുടെ പ്രോഗ്രാം ഒരു മിനി സ്കിറ്റാണ്. അത് ഫിലിപ്പിച്ചാൻ ആൻഡ് ടീമാണ് നടത്തുന്നത്. അന്നേരം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഉപയോഗം കൂടുതൽ കാരണം നമ്മുടെ കുടുംബങ്ങളിൽ പല തകർച്ചകളും ഉണ്ടാകുന്നുണ്ട്. അന്നേരം അതിനെ ഒരു ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സ്കിറ്റാണ് ഇവിടെ നമ്മുടെ ഫിലിപ്പച്ചായൻ, ബെന്നിച്ചായൻ, രാജപാസ്റ്റർ, റോണൽ, സൂസൻ ആൻറ്റി എല്ലാവരും കൂടെ നടത്തുന്നത്. അന്നേരം അവരെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗദരദേശത്തിൽ ലഗ്യോൻ ബാധിച്ച ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കി. എന്നാൽ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ലഗ്യോൻ ബാധിച്ച ഒരു യുവത്വത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്ക്രീൻ ടൈം, എ ഫേറ്റൽ എറർ. ഇവളിത് എവിടെ പോയി കിടക്കുക? തലവേദന എടുത്തിട്ട് വയ്യ. ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? വല്ല റീൽസും ഒക്കെ കണ്ടിരിക്കുകയായിരിക്കും. കാണുന്നില്ലല്ലോ. താഴെ കടയിൽ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ചായയോടെ എത്തിയേനെ. ഏഞ്ചൽ, ഏഞ്ചൽ, ആ വന്നോ? ചായ എവിടെ? ഇന്നാ മൊബൈല്. അങ്ങോട്ട് വിളിച്ചു പറ കടയില്. എല്ലാം ഞാൻ കേട്ടു. എന്നാലേ ഇനി മുതൽ കടക്കാരുടെ ചായ കുടിച്ചാ മതി. നിൽക്ക്, ചൂടാകാതെ കാര്യം പറ. പോയോ? യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല. എനിക്കറിയാം നിന്നെ. കാണുന്ന പോലെയൊന്നും അല്ല. മനസ്സ് വളരെ ലോലമാ, അല്ലേ ഏഞ്ചൽ? ഒന്ന് പോയാ ചായ. നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്ത് കേട്ടു? റീൽസ് കാണുന്ന കാര്യമാണോ? അതെ, നിങ്ങൾ രാവിലെ കയറുമല്ലോ, മൊബൈലും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് എന്നാ ട്രേഡിംഗ് എന്നോ ഓപ്ഷൻ എന്നോ ഒക്കെ പറഞ്ഞ് 2 മണി കഴിയാതെ പുറത്ത് വരുമോ? ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? പിന്നെ ഞാൻ വല്ലപ്പോഴും ഒരു റീൽസോ ഒരു ടിക്ടോക്കോ ഒക്കെ കാണുന്നത് ഒരു വലിയ ഇഷ്യൂസാക്കി എടുക്കുന്നത്. ശരിയാണ്, വീടിൻ്റെ സകല കാര്യങ്ങൾ നോക്കിയത് ഏഞ്ചലാണ്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഏറെക്കുറെ ഏഞ്ചലിന് അറിയാമല്ലോ. നമ്മുടെ മകൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അല്ല, നീ ചായ കുടിച്ചായിരുന്നോ? ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഞാനും അവനെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ അവൻ എത്ര സ്മാർട്ടായിരുന്നു. എല്ലാത്തിനും A+ മേടിക്കുന്ന മോനായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ടീച്ചർ അവനെപ്പറ്റി കമൻ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ. ഞങ്ങൾക്കൊന്നും അവനെപ്പറ്റി പറയാനില്ല. ഹി ഈസ് വെരി ബ്രൈറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ്. സംടൈം ഹി ഈസ് മാനേജിങ് എ ക്ലാസ് റൂം. അന്ന് ചെറിയ പ്രായത്തിൽ മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിച്ചത് നീയാ. വിഷമിക്കണ്ട അച്ചായ, എല്ലാം ശരിയാകും. ദൈവം അറിയാതെ ഒന്നും നടക്കയില്ല. എത്രയെത്ര ഹോസ്പിറ്റൽ, എത്ര ലക്ഷങ്ങൾ ചിലവാക്കി. അവൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ജോലി കിട്ടി നല്ല നിലയിൽ കാണുമ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോകുന്നു. എൻ്റെ ദൈവമേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അച്ചായ, അകത്ത് ബഹളം തുടങ്ങിയല്ലോ മോൻ. പുതിയ കെയർടേക്കർ സമയത്തിന് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ടോ ആവോ? പിന്നെ ജിമ്മി നല്ലപോലെ അവനെ നോക്കുന്നുണ്ട്. അല്പനേരം അവനെ ഹോളിൽ കൊണ്ടിരുത്താൻ പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ജിമ്മിയെ, അവനെ ഒന്ന് കൊണ്ടുവരാമോ?
എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. എനിക്ക് എൻ്റെ ഫോൺ താ, എനിക്ക് പബ്ജി കളിക്കണം, എന്നെ വിട്. എൻ്റെ മരുന്ന് എവിടെ പോയി? എൻ്റെ പോക്കറ്റിൽ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. എടോ ജിമ്മി, എൻ്റെ മരുന്ന് താനെ എടുത്ത് എവിടെ ചെയ്തു? എവിടെ പോയി? എടുത്ത് കളഞ്ഞോ? എന്നെ ഒന്ന് വിടറോ, എന്തിനാ ഇത്രയും ബലം പിടിക്കുന്നേ? ഒന്ന് അടങ്ങട ചേർക്ക, ഒന്ന് ഒതുങ്ങ്. നിന്നെക്കാട്ടി വലിയ അനാക്യമല്ലന്മാരെ ഒതുക്കിയ ചരിത്രമുള്ളതാ എനിക്ക്. അപ്പോളാ നീ ഇങ്ങനെ കൊണ്ട് എനിക്ക് വലിയ ശല്യമായി വരികയാണല്ലോ. ഞാൻ എന്നെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ എടുത്ത് കളയുക. ഇങ്ങനെ ജോലിക്ക് വെക്കണ്ടെന്ന് ഞാനൊരു 100 തവണ പപ്പയോടും അമ്മയോടും പറഞ്ഞതാ. അതിന് എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. എന്താ ജിമ്മി ഇവിടെ ഇത്ര ബഹളം? 110 കിലോ ഉള്ള ഞാൻ പോലും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. എന്നാ ഹോഴ്സ് പവറാണേ. ഗുളിക കൊടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. വളരെ ശ്രമിച്ചു നോക്കി, ഗുളിക കഴിക്കുന്നുമില്ല സാറേ. മോനെ, ഗുളിക കഴിക്കും മോനെ. ജിമ്മി, ഇനി മകൻ അല്പം ശാന്തമാവും. അപ്പോൾ അവനെ അവൻ്റെ റൂമിൽ കൊണ്ടുപോയിക്കോണം. നല്ലോണം നോക്കിക്കോണേ. ഞങ്ങൾ അല്പം വിശ്രമിക്കട്ടെ. ശരി സാറേ, ഞാൻ നോക്കിക്കോളാം. അയ്യോ ജോമോനെ, എടാ മോനെ, കത്തി താഴെ ഇടറാ. സാറേ, കൊച്ചമ്മോ, ഓടി വായോ. എന്താ ജിമ്മി, വീണ്ടും തുടങ്ങിയോ? എൻ്റെ ദൈവമേ, ഞാൻ എന്നാ ചെയ്തിട്ടാ എന്നോട് ഇങ്ങനൊക്കെ? എൻ്റെ പൊന്ന് സാറേ, ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്ത് എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം. ഇനി അതേ വഴിയുള്ളെങ്കിൽ ആ നമ്പർ ഇഞ്ഞെടുക്ക്, ഞാൻ ഡയൽ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, പാസ്റ്റർ വൈ യോഹന്നാൻ? അല്ല, യോഹന്നാൻ വൈ ആണോ? അതെ, യോഹന്നാൻ പാസ്റ്ററാണ്. എന്തിനാണ് വിളിച്ചത്? പാസ്റ്റർ, അതൊരു ഇങ്ങോട്ട് താ മനുഷ്യ ഫോണ്, ഞാൻ സംസാരിക്കാം. ഹലോ, യോഹന്നാൻ പാസ്റ്റർ അല്ലേ? അതെ, യോഹന്നാൻ പാസ്റ്ററാണ്. എന്തിനാണ് വിളിച്ചത്? പാസ്റ്റർ ഇപ്പം എവിടെയാണ്? മോന് നല്ല സുഖമില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? അതിനെന്താ ആൻറ്റി, ഞാൻ വരാമല്ലോ. എൻ്റെ ഈ നമ്പർ വാട്സപ്പ് ഉണ്ട്, ഇതിലേക്ക് ഒന്ന് ലൊക്കേഷൻ അയച്ചേക്കാമോ? ഓക്കെ പാസ്റ്റർ, അയച്ചേക്കാം. ഓക്കെ ആൻറ്റി, എൻ്റെ കൂടെ ഒരാളൂടെ കാണും കേട്ടോ. ഓക്കെ പാസ്റ്റർ. അച്ചായ, അമ്മാമ, നിങ്ങൾ ധൈര്യമായിട്ടിരിപ്പി. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. മകന് വേണ്ടി ഇന്ന് പകൽക്കാലം വലിയ അത്ഭുതങ്ങൾ ഈ ഭവനത്തിൽ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് പണ്ട് ഗദരദേശത്ത് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈതൽ മേലുള്ള എല്ലാ ബാധകളും അഴിയുവാൻ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കിയനായി സ്തോത്രം, വിടുവിച്ചനായി സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ മകൻ സൗഖ്യമായി. താങ്ക് യു ജീസസ്.
പ്രൈസ് ലോർഡ്. സ്കിറ്റിനെ പറ്റി ഒരു വാക്ക്. ന്യൂ ജനറേഷൻ, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ മൊബൈലിൻ്റെ ക്രമാതീതമായ ഉപയോഗം മോശപ്പെട്ട വിപത്തിലേക്ക് നയിക്കുന്നു. പബ്ജി പോലെയുള്ള ഗെയിമുകൾ മരണം വരെ എത്തിച്ച അനേകം കേസുകൾ നമുക്കിടയിൽ കാണാമല്ലോ. മാതാപിതാക്കളോടും വളർന്നു വരുന്ന കുട്ടികളോടും പറയാനുള്ളത് സ്ക്രീൻ ടൈം കുറയ്ക്കുക. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കാം. ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് ഈ സ്കിറ്റ് ഇവിടെ തിരശ്ശീല വീഴുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.